അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ആ ഭാഗം പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. ഹി ബിക്കെയിം ഇൻകാർനേറ്റ് ബൈ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ബിക്കെയിം മാൻ ആൻഡ് വാസ് കൺസീവ്ഡ് ആൻഡ് ബോൺ ഓഫ് ദ വെർജിൻ മേരി. ഇതിന്റെ ഈ ഒരു വാക്യത്തിന്റെ അർത്ഥതലങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, പരിശുദ്ധാത്മാവിനാൽ. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവിനാൽ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ എന്ന് സൂചിപ്പിക്കുന്നത് വഴി ആ ഒരു സംഭവത്തിലൂടെ എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ വിശ്വാസം? പരിശുദ്ധാത്മാവിലൂടെയാണ് പരിശുദ്ധ കന്യകാമറിയം ഗർഭം ധരിക്കുന്നതിനാൽ പരിശുദ്ധ കന്യകാമറിയം ജന്മം കൊടുക്കുന്നയാൾ ഒരു സാധാരണ മനുഷ്യനല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഒരു സാധാരണ മനുഷ്യനെ അല്ല മാതാവ് ജന്മം കൊടുക്കുന്നത്, മറിച്ച് പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് മാതാവ് ജന്മം ലഭിക്കുന്നത്. അതിനാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ മാതാവ് ജന്മം കൊടുക്കുന്നയാൾ ഒരു സാധാരണ മനുഷ്യനല്ല, മറിച്ച് ദൈവമാണ്, ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഈ ഒരു ഭാഗത്തിന്റെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിനാൽ എന്ന് പറയുന്നതിന്റെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും, ആദവും ഹവ്വായും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മനുഷ്യരും സ്ത്രീ പുരുഷ ബന്ധത്താലാണ് ജന്മം ലഭിക്കുന്നത്. എന്നാൽ ആദത്തിന്റെ ഹവ്വായുടെ ആ പറുദീസായിലെ കാര്യം പറയുന്നത് പോലെ ഇവിടെ പരിശുദ്ധ കന്യകാമറിയം ഗർഭം ധരിക്കുന്നത് സ്ത്രീ പുരുഷ ബന്ധത്താലല്ല, മറിച്ച് ദൈവിക ശക്തിയാലാണ് എന്ന കാര്യം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ എന്ന ആ വാക്ക് തന്നെ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഒന്ന്, മാതാവ് ജന്മം കൊടുക്കുന്നത് ഒരു സാധാരണ മനുഷ്യനല്ല, മറിച്ച് ദൈവത്തിനാണ്, ദൈവപുത്രനാണ്. രണ്ടാമത്തെ കാര്യം, സാധാരണ ഈ ലോകത്ത് ഒരു മനുഷ്യന് ജന്മം ലഭിക്കുന്നത് സ്ത്രീ പുരുഷ ബന്ധത്താലാണ്. എന്നാൽ ഈശോയുടെ ജന്മം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ ബന്ധത്താലല്ല, മറിച്ച് പരിശുദ്ധാത്മ ശക്തിയാലാണ് എന്നുള്ളതാണ്. ഇനി രണ്ടാമത് ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു എന്ന കാര്യമാണ്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ ലോകത്ത് ഈശോ ജനിക്കുമ്പോൾ മാതാവിൽ നിന്ന് എന്താണ് ഈശോയ്ക്ക് ലഭിച്ചത് എന്ന് ചോദിച്ചാല് അതിന്റെ ഉത്തരം ഇതിൽ നിന്ന് വ്യക്തമാണ്. മാതാവിൽ നിന്ന് ഈശോയ്ക്ക് ലഭിച്ചത് ശരീരമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമാണ് ഈശോയ്ക്ക് ലഭിച്ചത്. അപ്പോൾ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു എന്ന് പറയുമ്പോൾ മാതാവിൽ നിന്ന് ഈശോ സ്വീകരിച്ചത് മനുഷ്യത്വമാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാകും. ഇതിൽ നിന്ന് നമുക്ക് ഒരു ചെറിയ ക്രിസ്റ്റോളജിയാണിത്. പ്രത്യേകിച്ച് സുറിയാനി നമ്മുടെ പാരമ്പര്യത്തിൽ ഇത് വളരെ വ്യക്തമാണ്. ഈശോയ്ക്ക് രണ്ട് ജന്മങ്ങളാണുള്ളത്, രണ്ട് ജനനങ്ങളാണുള്ളത്. ഒന്ന് അനാദിയിൽ ദൈവത്വം, അതോടുകൂടി ഈശോയ്ക്ക് ദൈവത്വമുണ്ട്. അനാദിയിലുള്ള ഈശോയുടെ ജനനം എന്ന് പറയുന്നത് ദൈവത്വം. അതിനുശേഷം മനുഷ്യാവതാരത്തില് ഈശോയുടെ ദൈവത്വം അവിടെ ഉണ്ട്, അതോടൊപ്പം ഈ പുത്രനായ ദൈവത്തിന് മനുഷ്യത്വം കൂടെ ലഭിക്കുകയാണ് എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ഈ രണ്ട് പ്രാവശ്യമുള്ള ഈശോയുടെ ജനനത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം പറഞ്ഞു, പരിശുദ്ധാത്മാവിനാൽ എന്നുള്ളത് കൊണ്ട് ദൈവമാണ് ജനിക്കുന്നത്. ശരീരം സ്വീകരിച്ചു എന്ന് പറയുന്നത് കൊണ്ട് ഈശോ മനുഷ്യനും കൂടെ. ഇത് അർത്ഥമാക്കുന്നത്, കഴിഞ്ഞ ദിവസം ക്രിസ്റ്റോളജി ക്ലാസ്സിൽ ഉറപ്പായിട്ടും അത് കേട്ടിട്ടുണ്ട്, ഈശോ എന്ന് പറയുന്നത്, മിശിഹ എന്ന് പറയുന്നത് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധ കന്യകാമറിയം ജന്മം കൊടുത്തത് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിട്ടുള്ള മിശിഹായ്ക്കാണ്. പക്ഷെ ഇവിടെ മറക്കരുതാത്തൊരു കാര്യമുണ്ട്. ഈ മാതാവിൽ നിന്ന് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിട്ടുള്ള മിശിഹ ജനിക്കുന്നതെങ്കിലും ആ മിശിഹായ്ക്ക് മാതാവ് കൊടുക്കുന്നത് മനുഷ്യത്വം മാത്രമാണ്. കാരണം ദൈവത്വം എന്ന് പറയുന്നത് അനാദി മുതലേ ഈശോയ്ക്ക് ഉണ്ട് എന്ന കാര്യം നമ്മൾ ഇതിൻ്റെ അകത്ത് മറക്കാൻ പാടില്ല. കാരണം ദൈവത്വം, മാതാവ് ഈശോയ്ക്ക് ദൈവത്വം കൂടെ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഷണതയിലേക്ക് നയിക്കും എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിട്ടുള്ള ഈശോയ്ക്ക് ജന്മം കൊടുത്തതിനാൽ
ഈ ലോകം മുഴുവൻ രക്ഷിച്ച, ഈ ലോകത്തെ മുഴുവൻ രക്ഷിച്ച ഈശോയ്ക്ക് ജന്മം കൊടുത്തതിനാല് വലിയ പ്രാധാന്യമാണ് സഭയില് പരിശുദ്ധ കന്യകാമറിയത്തിനുള്ളത്. അത് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ മാത്രമല്ല, ശ്ലൈഹിക പാരമ്പര്യമുള്ള എല്ലാ സഭകളും പരിശുദ്ധ കന്യകാമറിയത്തിന് വളരെ വലിയ ഒരു സ്ഥാനമാണ് കൊടുക്കുന്നത്. ഈ ലൂമൻ ജെൻസി തിരുസഭയെ കുറിച്ചുള്ള ഡോക്യുമെന്റ് ആണല്ലോ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ. ലൂമൻ ജെൻസിയത്തില് ഈ വളരെ മാതാവിനെ കുറിച്ച് വളരെ സുന്ദരമായിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. ഇത് ലൂമൻ ജെൻസിയം 66 പറയുന്നത്. പിതാവായ ദൈവത്തിന്റെ പ്രത്യേക കൃപയാൽ ഈശോയ്ക്ക് ശേഷം, ഈശോയുടെ സ്ഥാനത്തിന് തൊട്ട് ശേഷം, എന്നാൽ എല്ലാ മാലാഖമാർക്കും എല്ലാ മനുഷ്യർക്കും ഉപരിയായി ഒരു സ്ഥാനം കൊടുത്തു എന്നാ പറയുന്നത്. ദൈവത്തിന്റെ പ്രത്യേക കൃപയാൽ ഈശോയ്ക്ക് തൊട്ട് താഴെ എല്ലാ മാലാഖമാർക്കും എല്ലാ മനുഷ്യർക്കും ഉപരിയായി ഒരു സ്ഥാനം കൊടുത്തു എന്ന് പറഞ്ഞാൽ എല്ലാ വിശുദ്ധർക്കും, ഈവൻ മാലാഖമാർക്ക് മുകളിലാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്ഥാനം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയത്തിന് ഇത്ര പ്രധാനപ്പെട്ട ഒരു കാര്യം കാണാൻ, ഒരു പ്രാധാന്യം കൊടുക്കാൻ കാര്യം? അത് സാക്രോസാന്ത കൊൺസീലിയം, ആരാധനാക്രമത്തെ കുറിച്ചുള്ള രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ഡോക്യുമെന്റ് ആണ്. അതിൻ്റെ അത് 103 പറയുന്നുണ്ട്, വിഭജിക്കാനാവാത്ത ഇൻസെപ്പറബിൾ ആയിട്ടുള്ള ഒരു ബോണ്ട് ഉണ്ട്. എന്തുമായിട്ട്? ഈശോ ചെയ്ത രക്ഷാകര പ്രവർത്തനങ്ങളുമായിട്ട് പരിശുദ്ധ കന്യകാമറിയത്തിന്. ഈശോ ചെയ്ത രക്ഷാകര പ്രവർത്തനങ്ങളുമായിട്ട് അവിഭജിതമായിട്ടുള്ള ഇൻസെപ്പറബിൾ ആയിട്ടുള്ള ഒരു ബന്ധം ഉള്ളത് കൊണ്ടാണ് സഭയില് ദൈവത്തിന്റെ മുമ്പില് പരിശുദ്ധ കന്യകാമറിയത്തിന് ഇത്രമാത്രം പ്രാധാന്യമുള്ളത്. ഇങ്ങനെ സഭയില് ഏറ്റവും വലിയ പ്രാധാന്യം പരിശുദ്ധ കന്യകാമറിയത്തിന് കൊടുക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഒരു എല്ലാ സഭകളുടെയും, അത് സീറോ മലബാർ സഭയെന്ന് മാത്രമല്ല, ഈ ലോകത്തിലുള്ള എല്ലാ വ്യക്തിസഭകളും പരിശുദ്ധ കന്യകാമറിയത്തെ ആരാധന വത്സരത്തിൽ ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവരുടെ ആരാധന വത്സരത്തിൽ ഓർക്കുന്നു. ആരാധന മത്സരത്തിൽ ആദ്യം ഓർക്കുന്ന ആരെയാണ്? ഈശോയാണ്. ഈശോയുടെ ആദ്യത്തെ തിരുനാൾ എന്ന് പറയുന്നത് തന്നെ ഈസ്റ്റർ ആണ്, നമുക്കറിയാം. അങ്ങനെ ഈശോയുടെ തിരുനാളുകളൊക്കെ ഓർത്തതിന് ശേഷം ഈ തിരുസഭ പിന്നീട് ആദ്യം ഓർക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുനാളുകളാണ്. നമുക്കറിയാം ഒത്തിരി തിരുനാളുകൾ പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ച് നമുക്കിപ്പം തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. അനേകം തിരുനാളുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. എവിടെ നിന്നാണ് സഭയ്ക്ക് ഈ തിരുനാളുകളൊക്കെ ആഘോഷിക്കാനുള്ള സോഴ്സ് കിട്ടുന്നത്? എല്ലാം ബൈബിളിന്റെ അകത്ത് പറയുന്നുണ്ട്. ഈ മാതാവിന്റെ തിരുനാളുകളൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക്, ഇപ്പൊ ഉദാഹരണം പറയുവാണെങ്കിൽ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിനെ കുറിച്ച് ചിന്തിക്കുവാണെങ്കിൽ ബൈബിളിന്റെ അകത്ത് പറയുന്നില്ല. മാതാവിന്റെ ജനനത്തെ കുറിച്ച് പറയുവാണെങ്കിൽ ബൈബിളിന്റെ അകത്ത് പറയുന്നില്ല. അപ്പോൾ പിന്നെ സഭ എവിടെ നിന്നാണ് ഈ തിരുനാൾ ആഘോഷിക്കാനുള്ള ഉറവിടം കണ്ടെത്തുന്നത്? 2 സോഴ്സുകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് വിശുദ്ധ ഗ്രന്ഥം. വിശുദ്ധ ഗ്രന്ഥത്തിലെ തിരുനാളുകളുണ്ട്, മാതാവിന്റെ തിരുനാളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യം. ഈ പാരമ്പര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ എന്നൊക്കെ. മാതാവിനെ കുറിച്ചുള്ള അപ്രമാണിക ഗ്രന്ഥങ്ങൾ ബൈബിളിന്റെ അകത്തില്ല, എന്നാൽ ബൈബിളിനോടൊക്കെ അടുത്ത് നിൽക്കുന്ന ഗ്രന്ഥങ്ങളാണ് അപ്രമാണിക ഗ്രന്ഥങ്ങൾ. ഇപ്പൊ നമ്മൾ മാതാവിന്റെ മാതാപിതാക്കളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജോവാക്കിനും ഹന്നയെന്നും പറയും. പക്ഷെ നമുക്കിത് എവിടുന്ന മനസ്സിലായത്? എവിടുന്ന ഇവരുടെ മാതാപിതാക്കളുടെ പേരെങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വെച്ചാല് 2-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു അപ്പോക്രിഫലാണ് ഈ പ്രോട്ടോ എവഞ്ചേലിയം ഓഫ് ജെയിംസ്, യാക്കോബിന്റെ സുവിശേഷം എന്ന് പറയും. അതിന്റെ അകത്താണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനനത്തെ കുറിച്ചും മാതാവിന്റെ മാതാപിതാക്കളെ കുറിച്ചും ഒക്കെ പറയുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ മാതാവിന്റെ സ്വർഗാരോപണം ബൈബിളിന്റെ അകത്ത് പറയുന്നില്ല. അതിനെ ട്രാൻസിക്ടൂസ് മരിയ അല്ലെങ്കിൽ ശൂനായ നറേറ്റീവ്സ് എന്ന് പറയുന്ന മാതാവിന്റെ മരണത്തെക്കുറിച്ചും സ്വർഗത്തിലേക്കുള്ള യാത്രയെ കുറിച്ചും ഒക്കെ വിവരിക്കുന്ന അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളുണ്ട്. അവയൊക്കെ അടിസ്ഥാനപ്പെടുത്തി, ഇതെല്ലാം നമ്മുടെ പാരമ്പര്യത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. അവയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് സഭ മാതാവിന്റെ തിരുനാളുകള് സഭയുടെ ആരാധന വത്സരത്തില് നമ്മൾ ആഘോഷിക്കും. ഇങ്ങനെ സഭ, ഈ ആഗോള സഭ മുഴുവൻ പരിശുദ്ധ കന്യകാമറിയത്തെ ഓർക്കുമ്പോൾ ഈ പറയുന്ന 2-ാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നത് പോലെ ഈശോയ്ക്ക് തൊട്ടു താഴെ മാലാഖമാർക്ക് മുകളിൽ ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ സീറോ മലബാർ സഭ പരിശുദ്ധ കന്യകാമറിയത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതിന് ഏറ്റവും നല്ല മാർഗം നമ്മുടെ കുർബാന പുസ്തകത്തിലേക്ക് നോക്കുക എന്നുള്ളതാണ്. നമ്മുടെ കുർബാന പുസ്തകത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തെ ഓർക്കുന്നുണ്ടോ? ആദ്യം പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്
ഓനീസ റാസ് ദിവ്യ രഹസ്യ ഗീതത്തിന്റെ രണ്ടാം ഭാഗമാണ്. ദിവ്യരഹസ്യത്തിന്റെ രണ്ടാം ഭാഗം എന്ന് പറഞ്ഞാൽ താതനും അതുപോലെ എന്ന് തുടങ്ങുന്ന പാട്ടുണ്ടല്ലോ, താതനും അതുപോലെ എന്ന് പറയും. അതിന്റെ അകത്തെ ഒരു പ്രത്യേകത, നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഔസേപിതാവിന്റെ പേരും കൂടെ ആദ്യത്തെ സ്റ്റാൻസയിൽ നമ്മൾ കൂട്ടിച്ചേർത്തത്. അതിനു മുമ്പ് ഔസേപിതാവിന്റെ പേര് അവിടെ ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുർബാനയുടെ ഉറവിടങ്ങളിൽ തപ്പി നോക്കിയാൽ ആദ്യത്തെ സ്റ്റാൻസായില് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവായിട്ടുള്ള, നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന തോമാസ് ലീഹായുടെ പേരും മൂന്നാമത്തെ അല്ലെങ്കിൽ ഒന്നാമത്തെ സ്റ്റാൻസ കഴിഞ്ഞുള്ള സ്റ്റാൻസയിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ അകത്ത് ഒരു വലിയൊരു ദൈവശാസ്ത്രമുണ്ട്. ഈ ഉറവിട പുസ്തകങ്ങൾ നോക്കുമ്പോൾ മാതാവിന്റെ പേര് മാത്രം ഒന്നാമത്തെ സ്റ്റാൻസയിൽ വരുന്നത് അത് സീറോ മലബാർ സഭയുടെ ഒരു തിയോളജിയാണ്, മരിയോളജിയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ലൂമൻ ജെൻസിയം 66 പറയുന്നത് പോലെ തന്നെ ആദ്യത്തെ സ്റ്റാൻസായിൽ മാതാവിനെ മാത്രം യുണീക്കായിട്ട് അവിടെ നിർത്തുന്നത് കൊണ്ട് ഈ പറയുന്ന തിയോളജിയാണ് എല്ലാ വിശുദ്ധർക്കും മുകളില്, ഈവൻ മാലാഖമാർക്ക് മുകളില് ഈശോയ്ക്ക് തൊട്ടു താഴെ പരിശുദ്ധ കന്യകാമറിയത്തിന് സ്ഥാനമുണ്ട് എന്നതാണ് അർത്ഥമാക്കുന്നത്. കാരണം ഒനീസ തെറാസയുടെ ഒന്നാമത്തെ ഭാഗത്ത് കർത്താവ് ഞാൻ ദൃഢമായി ശരണപ്പെട്ടു മിശിഹാ കർത്താവിൻ എന്ന് പറയുന്നത് ആ ഗീതത്തിന്റെ സമയത്ത് ഈശോയുടെ കാര്യങ്ങളാണ് നമ്മൾ ഓർക്കുന്നത്. ഈശോയുടെ കാര്യം കഴിഞ്ഞ ഉടനെ മറ്റൊരു വിശുദ്ധനെ കുറിച്ചോ നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവായിട്ടുള്ള തോമസ് ലീഹായെ കുറിച്ചോ ഓർക്കുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധ കന്യകാമറിയത്തെ ഓർക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ലൂമൻ ജെൻസിയം 66 കാണുന്ന അതേ തിയോളജി നമ്മുടെ കുർബാനയിലും കാണാൻ സാധിക്കും എന്നുള്ളത് വ്യക്തമാണ്. രണ്ടാമത് നമ്മൾ മാതാവിനെ കാണുന്ന വിശ്വാസ പ്രമാണത്തിലാണ് ഇപ്പം നമ്മൾ കണ്ട കാര്യം. ഇനിയും നമ്മൾ മാതാവിന്റെ പേര് എവിടെയാണ് കാണുന്നത്? എവിടെയാണ്? ഇപ്പൊ നമുക്ക് 3 കൂദാശക്രമങ്ങളാണ്, 3 അനാഫറകളാണല്ലോ ഉള്ളത്. അതിൽ അദ്ദായി മാറി അനാഫറയിൽ നമ്മൾ കൂദാശക്രമത്തിൽ നോക്കുവാണെങ്കിൽ ഒന്നാമത്തെ ഗെഹാന്തായിൽ ഇല്ല, രണ്ടാമത്തെ ഗെഹാന്തായിൽ ഇല്ല, മൂന്നാമത്തെ ഗെഹാന്തായിലും ഇല്ല. പക്ഷെ നമ്മൾ 4ാമത്തെ ഗെഹാന്ത നോക്കുമ്പോൾ അവിടെ പരിശുദ്ധ ദൈവമാതാവായ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതിന്റെ ഉറവിടങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അദ്ദായി മാറി കൂദാശക്രമത്തിൽ 4ാമത്തെ ഗെഹാന്തായിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ കാര്യം അതിന്റെ ഒറിജിനലിൽ പറയുന്നില്ല. അതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. 2ാം നൂറ്റാണ്ട് 3ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണല്ലോ ഈ പറയുന്ന ഏറ്റവും പഴക്കമുള്ള ഇപ്പൊ ഉപയോഗിക്കപ്പെടുന്ന കൂദാശക്രമമാണ് അദ്ദായി മാറി. അപ്പൊ 2ാം നൂറ്റാണ്ടിലൊന്നും മാതാവിനെ കുറിച്ചുള്ള ഒരു ഡിവോഷൻ അത്ര ഡെവലപ്പ് ചെയ്തിട്ടില്ല. കാരണം നമുക്കറിയാം ക്രിസ്മസ് പോലും ആഘോഷിക്കാൻ തുടങ്ങുന്നത് 4ാം നൂറ്റാണ്ടിലാണ്. അപ്പം ഈശോയുടെ തിരുനാളുകളൊക്കെ ആഘോഷിക്കപ്പെട്ടതിന് ശേഷമാണല്ലോ മറ്റു വിശുദ്ധരുടെ തിരുനാളുകളൊക്കെ വരികയും ചെയ്യുന്നത്. അതുകൊണ്ട് മരിയൻ ഡിവോഷൻ അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല. മരിയൻ ഡിവോഷൻ ഉണ്ട്, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല. എന്നാല് തേദോറിന്റെയും നെസ്തോറിയസിന്റെയും കൂദാശക്രമം എടുക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും 3ാമത്തെ ഗെഹാന്തായിൽ പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ച് പറയുന്നുണ്ട്. തേദോറിന്റെ കൂദാശക്രമത്തിൽ മാതാവിനെ കന്യക എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ നെസ്തോറിയസിന്റെ കൂദാശക്രമത്തിൽ 3ാമത്തെ ഗെഹാന്തായിൽ മാതാവിനെ സ്ത്രീ എന്ന് വിളിക്കുന്നുണ്ട്. 2 വാക്കുകളും പ്രധാനപ്പെട്ടതാണ്. കന്യക എന്ന് പറയുന്ന വാക്കും സ്ത്രീ എന്ന് പറയുന്ന വാക്കും പ്രധാനപ്പെട്ടതാണ്. എന്നാൽ 4ാമത്തെ ഗെഹാന്തായിൽ പരിശുദ്ധ കന്യകാമറിയത്തെ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞ ഈ വിശുദ്ധരെയും പിതാക്കന്മാരെയും ഇപ്പൊ നമ്മൾ അദ്ദായി മാറി കൂദാശക്രമം എടുത്തു നോക്കിയാൽ വിശുദ്ധരെ, പിതാക്കന്മാര്, മെത്രാന്മാര് എന്ന് പറയുന്ന ഇവരെ എല്ലാം ഓർക്കുന്ന, അത് തേദോറിന്റെയും നെസ്തോറിയസിന്റെയും അങ്ങനെയാണ്, വിശുദ്ധരെ എല്ലാം ഓർക്കുന്ന സ്ഥലത്ത് പരിശുദ്ധ കന്യകാമറിയത്തെ ഓർക്കുന്നില്ല. എന്നാൽ നമ്മൾ ലത്തീൻ കുർബാന എടുത്തു അല്ലെങ്കിൽ മലങ്കര കുർബാന എടുത്തു, അവരുടെ അനാഫ്രയുടെ അല്ലെങ്കിൽ യൂക്രിസ്റ്റിക് പ്രയറിന്റെ അവസാന ഭാഗത്തിന് ഒരു ഇന്റർസെസറി നേച്ചർ ഉണ്ട്. വിശുദ്ധരെയൊക്കെ വിളിച്ച് ഓർക്കുന്ന ഒരു നേച്ചർ ഉണ്ട്. ഈ അവസാന ഭാഗത്ത് മാതാവിനെയാണ് അവർ ആദ്യം ഓർക്കുന്നത്. എന്നാൽ നമുക്ക് അതേ തത്തുല്യമായിട്ടുള്ള നമ്മുടെ കൂദാശക്രമത്തിൽ മാതാവിനെ ഓർക്കുന്നില്ല എന്നുള്ളത് ഒരു കുറവാണ് എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയിരിക്കും. അത് ശരിയാ, മറ്റു സഭകൾ ഓർക്കുന്ന സ്ഥലത്ത് മാതാവിനെ ഓർക്കുന്നു. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, 3ാമത്തെ ഗെഹാന്തായിൽ പരിശുദ്ധ കന്യകാമറിയത്തെ സീറോ മലബാർ സഭ ഓർക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 3ാമത്തെ ഗെഹാന്തായുടെ പ്രത്യേകത എന്താണ്? ഈശോയുടെ രക്ഷാകര പ്രവർത്തനങ്ങൾ ഓർക്കുന്ന, അനംനേസിസ് നടത്തുന്നു, അനുസ്മരിക്കുന്ന ഗെഹാന്തായാണ് 3ാമത്തെ ഗെഹാന്ത. ഒരൊറ്റ മനുഷ്യ വ്യക്തിയെ പോലും ആ സമയത്ത് ഓർക്കുന്നില്ല. 4ാമത്തെ ഗെഹാന്തായിൽ പിതാക്കന്മാര്, മരിച്ചുപോയ പിതാക്കന്മാര്, മെത്രാന്മാര്, വേദപാരംഗതന്മാര്, പുരോഹിതന്മാര്, ശംശാനമാര്, മാമോദീസ സ്വീകരിച്ച എല്ലാവരും, ഇവരെല്ലാം ഓർക്കുന്ന കൂട്ടത്തില് പരിശുദ്ധ കന്യകാമറിയത്തെ ഓർക്കുന്നില്ല. എന്നാൽ വേറെ ഒരു മനുഷ്യനെ ഓർക്കാത്ത,
ഈശോയെയും പരിശുദ്ധ ത്രിത്വത്തെയും മാത്രം ഓർക്കുന്ന മൂന്നാമത്തെ ഗെഹാന്തായിൽ പരിശുദ്ധ കന്യകാമറിയത്തെ ഓർക്കുന്നു എന്നുള്ളതാണ് ഈ സഭ പരിശുദ്ധ കന്യകാമറിയത്തിന് കൊടുക്കുന്ന പ്രാധാന്യം. എന്തുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയത്തെ മൂന്നാമത്തെ ഗെഹാന്തായിൽ ഓർക്കുന്നത്? കാരണം ഈശോയുടെ രക്ഷാകര പ്രവർത്തനങ്ങൾ അനുസ്മരിക്കുന്ന ഗെഹാന്തയാണ് മൂന്നാമത്തെ ഗെഹാന്ത. ഈശോയുടെ രക്ഷാകര പ്രവർത്തനങ്ങളോട് ഏറ്റവും സഹകരിച്ച വ്യക്തി എന്ന നിലയിലാണ് പരിശുദ്ധ കന്യകാമറിയത്തെ സീറോ മലബാർ സഭ അല്ലെങ്കിൽ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യം മൂന്നാമത്തെ ഗെഹാന്തായിൽ ഓർക്കുന്നത്. മാതാവിന് ഈശോയുടെ രക്ഷാകര പ്രവർത്തനങ്ങളോട് അത്രമാത്രം ബന്ധമുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ഈ നാലാമത്തെ ഗെഹാന്തായിൽ ഓർക്കാതെ മൂന്നാമത്തെ ഗെഹാന്തായി